വീടെന്ന സ്വപ്നം ഇന്നും അകലെയാണ് മലപ്പുറം ചാലിയാർ സ്വദേശികളായ നാരായണനും നാരായണിക്കും. ലൈഫ് മിഷൻ പദ്ധതി വഴി വീട് നിർമ്മാണത്തിന് അനുമതി ലഭിച്ചെങ്കിലും വനം വകുപ്പ് തടസ്സം നിൽക്കുന്നതായി നാരായണനും സഹോദരി നാരായണിയും ആരോപിക്കുന്നു. കാലമേറെയായി വീടെന്ന സ്വപ്നം പൂവണിയുമെന്ന പ്രതീക്ഷയിലാണ് മലപ്പുറം ചാലിയാർ സ്വദേശികളായ സഹോദരങ്ങൾ നാരായണനും നാരായണിയും ജീവിതം തള്ളി നീക്കുന്നത്. പെരുമ്പത്തൂർ കാനക്കൂത്ത് ഇരുഭാഗവും വനങ്ങളാൽ ചുറ്റപ്പെട്ട വനാതിർത്തിയുടെ നടുവിലാണ് നാരായണനും കുടുംബവും നിലവിൽ താമസിക്കുന്നത്. കടലാസ് കൊണ്ട് മറച്ചുണ്ടാക്കിയ ചെറിയ കൂരയിലാണ് ഇവരുടെ താമസം. ഏറെ നാളത്തെ പരിശ്രമത്തിനൊടുവിൽ സർക്കാരിന്റെ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് നിർമ്മാണം ആരംഭിച്ചെങ്കിലും വീട് പാതി വഴിയിലായതോടെ ഇവരുടെ സ്വപ്നങ്ങൾക്ക് കരിനിഴൽ വീണിരിക്കുകയാണ്. വീട് നിർമ്മാണത്തിന് വനം വകുപ്പ് തടസ്സം നിൽക്കുന്നതായാണ് നാരായണൻ ആരോപിക്കുന്നത്. ഓർഷപ്പൊന്നും ഓലൊന്നും പറയില്ല. ഓലപ്പത്താണ് ഞങ്ങളിത് തറയിട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞ പൈസ കൊടുക്കണ്ട, പഞ്ചായത്തിക്ക് ഞങ്ങളറിയാതെ പൈസ കൊടുക്കണ്ട പറഞ്ഞിട്ട് കത്ത് കൊടുത്തു. അപ്പോൾ ഞങ്ങളിതൊന്നും അറിയില്ല, ഞങ്ങളറിയാതാണ് ഇപ്പോൾ ഇത് കത്ത് കൊടുത്തത്. പോലെ അവനിപ്പോൾ ഇതിനിപ്പോൾ 1 ലക്ഷത്തിൻ്റെ മേലെ ചിലവായിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ 27 കൊടുത്തിട്ടുള്ളൂ, അങ്ങനെ 40 കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ബാക്കി പൈസ ഓന് 1 ലക്ഷത്തിൻ്റെ മേലെ ഓന് ചിലവുണ്ട്. അപ്പോൾ ആ ചോദിക്കണുണ്ട് ഞങ്ങളിപ്പോൾ എവിടെ നിന്നത് കൊടുക്കണേ. അപ്പോൾ ഞങ്ങൾക്കിത് കൊടുക്കാൻ കഴിയില്ലല്ലോ. 50 വർഷത്തിലേറെയായി നികുതി അടച്ചു വരുന്ന പിതാവിൽ നിന്നും കൈമാറി കിട്ടിയ ഭൂമി വനം വകുപ്പിന്റേതാണെന്നാണ് വനം വകുപ്പിന്റെ ഭാഷ്യം. ഇതോടെയാണ് പഞ്ചായത്തിൽ നിന്നും 1ാം ഗഡു പാസായി വീടിന്റെ ഫൗണ്ടേഷൻ തുടങ്ങിയ നിർമ്മാണം പാതി വഴിയിലായത്. വീടെന്ന സ്വപ്നം പൂവണിയുമെന്ന പ്രതീക്ഷയിൽ പരിചയത്തിലുള്ള ഒരു കരാറുകാരനെ ജോലികളെല്ലാം കുടുംബം ഏൽപ്പിച്ചിരുന്നു. ലിയോനോട് ചോദിച്ചു, ഇങ്ങനെ വീട് പാസ്സായിട്ടുണ്ട് സാറേ, നമ്മൾ പണി പറഞ്ഞിട്ട് ചോദിച്ചു തുടങ്ങിക്കോളി പറഞ്ഞു. നമ്മൾ തുടങ്ങി. അവർ 2 പേരിൽ 20,000 ഉറുപ്പിയും കിട്ടി. നമുക്ക് അത് വെച്ച് പണി തുടങ്ങിയപ്പോഴാണ് ബെൽറ്റ് വാർക്കാൻ വേണ്ടി സാധനങ്ങൾ ഇറക്കിയപ്പോഴാണ് ഒരു പറയുന്നത് ഇത് ഫോറസ്റ്റ് ഭൂമിയാണ്, അങ്ങനെ ബെൽറ്റ് വർക്ക് ചെയ്ത് അങ്ങനെയാണ് നമ്മോട് പറഞ്ഞിട്ടില്ല, ഇവരോടും പറഞ്ഞിട്ടില്ല. പഞ്ചായത്തിൽ ഒരു കത്ത് കൊടുത്തു. അപ്പം അങ്ങനെ മെമ്പർ നമ്മോട് സംസാരിച്ചു, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ അതിന് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ഗഡുക്കൾ നൽകരുതെന്നാണ് വനം വകുപ്പിൽ നിന്നും പഞ്ചായത്തിന് ലഭിച്ച നിർദ്ദേശം. ഇതോടെ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് നാരായണനും നാരായണിയും. 50 വർഷത്തിലേറെയായി നികുതി അടക്കുന്ന ഭൂമിയിൽ നിന്നും തെരുവിലേക്കിറങ്ങേണ്ട അവസ്ഥയിലാണിവർ. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.